കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ജനുവരി 4 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനലിൽ ഇന്ന് ബഹ്റൈൻ ഒമാനുമായി ഏറ്റുമുട്ടും. ഇന്ന് വൈകിട്ട് 7-ന് കുവൈറ്റ് ജാബിർ അൽ ഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. ചൊവ്വാഴ്ച നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ സൗദി അറേബ്യയെ പരാജയപ്പെടുത്തിയാണ് ഒമാന്റെ ഫൈനൽ പ്രവേശനം. കുവൈത്തിനെ പരാജയപ്പെടുത്തിയാണ് ബഹ്റൈൻ കലാശക്കളിക്ക് എത്തുന്നത്. കളിയുടെ 75-ാം മിനിറ്റിൽ മുഹമ്മദ് മർഹൂം നേടിയ ഗോളിലൂടെയാണ് ബഹ്റൈൻ കുവൈത്തിനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സിറിയയോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങിയെങ്കിലും മികച്ച ടീമായാണ് ബഹ്റൈൻ ഫൈനൽ മത്സരത്തിനിറങ്ങുന്നത്. നേരത്തെ 2 തവണ ഗൾഫ് കപ്പ് കിരീടമുയർത്തിയ ഒമാനും മികച്ച ഫോമിലാണ്. ഒരു കളിയും തോൽക്കാതെയാണ് ഒമാൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഫൈനൽ മത്സര സമാപന ചടങ്ങിൽ അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ്, കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമ്മദ് അൽ മുബാറക് അസബാഹ് എന്നിവർ പങ്കെടുക്കും. ഇന്നത്തെ ഫൈനൽ കാണുന്നതിന് ബഹ്റൈനിലെ ഫുട്ബോൾ പ്രേമികളെ കുവൈത്തിലെത്തിക്കാൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ 9 പ്രത്യേക സർവീസുകളാണ് നടത്തുന്നത്. നാളെ ബഹ്റൈനിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ മുഹറക് മലയാളി സമാജം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. സാഹിത്യവേദി കോർഡിനേറ്റർ അൻവർ നിലമ്പൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉപദേശക സമിതി ചെയർമാനും സാഹിത്യവേദി കോർഡിനേറ്ററുമായ ലത്തീഫ് കോളിക്കൽ സ്വാഗത പ്രസംഗം നടത്തി. മുഹറക് മലയാളി സമാജം പ്രസിഡന്റ് അനസ് റഹീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. EV രാജീവൻ മൻമോഹൻ സിംഗിനെയും MTയെയും അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. MCMA പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല, IYCC മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത്, KMCC മുഹറക് ഏരിയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീഖ് യൂസുഫ്, സംസ്കൃതി മുഹറക് ഏരിയ സെക്രട്ടറി ജിജിൻ വെങ്ങിലാട്, പ്രതിഭ മുഹറക് പ്രതിനിധി സജീവൻ വടകര, പ്രിയദർശിനി ബുക്സ് പ്രതിനിധി അബ്ദുൽ സലാം, വോയിസ് ഓഫ് ആലപ്പി ഏരിയ പ്രസിഡന്റ് ഗോകുൽ കൃഷ്ണൻ, MMS വൈസ് പ്രസിഡന്റുമാരായ ദിവ്യ പ്രമോദ്, അബ്ദുൽ മൻഷീർ, മുൻ പ്രസിഡന്റ് ഷിഹാബ് കർഗപുത്തൂർ എന്നിവരും സംസാരിച്ചു. വനിതാവേദി ജോയിന്റ് കൺവീനർ ഷീന നൌസൽ നന്ദി പറഞ്ഞു. ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ 2025 വർഷത്തേക്കുള്ള ഭരണസമിതി പാത്രിയാർക്കീസ് ബാവയുടെ മലങ്കര അഫയേഴ്സ് സെക്രട്ടറി മാർക്കോസ് മോർ ക്രിസ്റ്റോഫോറോസ് മെത്രാപ്പൊലീത്തയുടെയും ഇടവക വികാരി ഫാദർ ജോൺസ് ജോൺസണിന്റെയും സാന്നിധ്യത്തിൽ അധികാരമേറ്റെടുത്തു. ചടങ്ങിൽ മാർക്കോസ് മോർ ക്രിസ്റ്റോഫോറോസ് തിരുമേനി, ഇടവക വികാരി ഫാദർ ജോൺസ് ജോൺസൺ, സെക്രട്ടറി മനോജ് കോര, മുൻ സെക്രട്ടറി ആൻസൺ ഐസക് എന്നിവർ പുതുവത്സര ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രസിഡന്റായി ഫാദർ ജോൺസ് ജോൺസൺ, വൈസ് പ്രസിഡന്റായി ബെന്നി P. മാത്യു, സെക്രട്ടറിയായി മനോജ് കോര, ട്രഷററായി ജെൻസൺ ജേക്കബ്, ജോയിന്റ് സെക്രട്ടറിയായി എൽദോ VK, ജോയിന്റ് ട്രഷററായി സാബു പൗലോസ്, കമ്മിറ്റി അംഗങ്ങളായി ബിജു തേലപ്പിള്ളി ജേക്കബ്, ലിജോ K. അലക്സ്, ജയമോൻ തങ്കച്ചൻ, ലൗലി M. ജോസഫ്, പ്രിനുമോൻ കുര്യൻ, ജിനോ സക്രിയ, എക്സ് ഒഫീഷ്യോ ആയി ആൻസൺ ഐസക് എന്നിവരാണ് ചുമതലയേറ്റത്. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ലയുടെ 27ാമത് വാർഷികവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും ജനുവരി 24-ന് അഥാരി പാർക്കിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത ഗായകരായ ഫാദർ സേവറിയോസ് തോമസ്, സുമേഷ് ഐരൂർ എന്നിവർ നേതൃത്വം നൽകുന്ന സംഗീത നിശയും ഉണ്ടായിരിക്കും. ഇതിന്റെ ഫ്ലയർ പ്രകാശനം KG ബാബുരാജ് നിർവഹിച്ചു. രക്ഷാധികാരികളായ വർഗീസ് ഡാനിയൽ, ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി അനിൽകുമാർ, ജനറൽ കൺവീനർ ജെയിംസ് ഫിലിപ്പ്, പ്രോഗ്രാം കൺവീനർ മനോജ് ശങ്കരൻ, ജോയിന്റ് കൺവീനർമാരായ വിനോദ് കുമാർ, മാത്യു പാലിയേക്കര എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരി.
ലുലു മണി സ്നേഹപൂർവ്വം. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ പുന്നോൽ തണൽ ഫൗണ്ടേഷൻ പ്രതിനിധി PM അബ്ദുൽ നാസറിന് TMWA ബഹ്റൈൻ ചാപ്റ്റർ സ്വീകരണം നൽകി. പ്രസിഡന്റ് VP അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ പാലിക്കണ്ടി സ്വാഗതം പറഞ്ഞു. തണലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അബ്ദുൽ നാസർ ഹ്രസ്വ വിവരണം നടത്തി. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ പ്രവാസ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്ന TMWA സീനിയർ മെമ്പർ KP റഹീസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. റിനീഷ് നന്ദി പറഞ്ഞു. CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ 1ാം ചരമവാർഷികാനുസ്മരണം ബഹ്റൈൻ നവകേരള സംഘടിപ്പിച്ചു. ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മുതല മുഖ്യപ്രഭാഷണം നടത്തി. ബഹ്റൈൻ നവകേരള പ്രസിഡന്റ് NK ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മനാമ മേഖലാ രക്ഷാധികാരി അസീസ് ഏഴംകുളം സ്വാഗതവും ട്രഷറർ അജിത് ഖാൻ നന്ദിയും പറഞ്ഞു. ദീർഘനാളുകളായി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് ജോലി ചെയ്യുകയായിരുന്ന ഷീലു വർഗീസിന് പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ഉമ്മൽ ഹസം ടെറസ് ഗാർഡനിൽ വെച്ച് നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു V, ജയേഷ് കുറുപ്പ്, വർഗീസ് മോഡിയിൽ, സക്രിയ സാമുവേൽ, സുനു കുരുവിള, ബോബി പുളിമൂട്ടിൽ, അജു കോശി, അരുൺകുമാർ, ഫിന്നി എബ്രഹാം, സിജി തോമസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. അസോസിയേഷന്റെ ലേഡീസ് വിംഗ് പ്രസിഡന്റായിരുന്ന ഷീലു വർഗീസ് അസോസിയേഷന്റെ പരിപാടികളിലും മറ്റ് സേവന പ്രവർത്തനങ്ങളിലും നേതൃത്വം വഹിച്ചിട്ടുണ്ട്.